ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ അത്ഭുത ലീല എന്ന് പറയുന്നത് ബാബ ദ്വാരകാമയിൽ ഉണ്ടായിരുന്ന സമയത്ത് ബാബയുടെ ഒരു ഭക്തന് ഉണ്ടായ ഒരു അത്ഭുതമാണ് കേട്ടോ. ദ്വാരകാമയിൽ ബാബ ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹവും നമ്മുടെ ഷാമയെ പോലെയും കാക്ക സാഹിബ് ദീക്ഷിത്തിനെ പോലെയും ഭൂട്ടിയെ പോലെയും ഒക്കെ ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹൻസ് രാജ് വാണി. അപ്പോൾ ഈ ഹൻസ്രാജ് വാണി അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അമിതമായിട്ട് തൈര് കഴിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ദ്വാരകാമയിലേക്ക് പോകുന്ന സമയത്ത് ബാബ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ദ്വാരകാമയിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഉറപ്പായിട്ടും തൈര് കഴിച്ചിട്ടായിരിക്കും അദ്ദേഹം പോകുന്നത് അങ്ങോട്ട്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് ബാബ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹൻസ്രാജ്, നീ ഇന്നും തൈര് കഴിച്ചിട്ടാണോ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അവിടെ ദ്വാരകാമയിൽ ആ സമയത്ത് ഒരുപാട് ഭക്തന്മാരിങ്ങനെ ബാബയുടെ അടുത്ത് ചുറ്റും ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൻസ്രാജിന് തോന്നിയത് ഇനി ബാബ ഒരു തമാശയായിട്ടോ എന്നെ കളിയാക്കാനായിട്ടോ ആയിരിക്കുമോ ഇത് ചോദിച്ചത്. അപ്പോൾ ഒരുപാട് പേര് ഇരിക്കുന്നുമുണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറയുകയാണ്, ഇല്ലല്ലോ ബാബ, ഞാൻ ഇന്ന് തൈര് കഴിക്കാതെയാണല്ലോ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ഹൻസ്രാജ്, നീ എന്നോട് കള്ളമാണോ ഈ പറയുന്നത്? നീ തൈര് കഴിക്കാതെയാണോ ഇങ്ങോട്ട് വന്നത്? നിനക്ക് അങ്ങനെ ഒരു പതിവുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഹൻസ്രാജ് പറയുകയാണ്, ഇല്ല, ഞാൻ സത്യമായിട്ടും ബാബ, ഞാൻ തൈര് കഴിക്കാതെയാണ് ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഹൻസ്രാജിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഒരു തോന്നലെന്ന് പറയുന്നത്, ദ്വാരകാമയിൽ ഇരിക്കുന്ന ബാബ എങ്ങനെയാണ് ഞാൻ തൈര് കഴിച്ചിട്ടുണ്ടോ കഴിക്കാതെയാണോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എങ്ങനെയാണ് ബാബ മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കള്ളം പറയുന്നതിൽ പ്രശ്നമില്ല എന്ന് ഉദ്ദേശിച്ചാണ് ഹൻസ്രാജ്. ഇത്രയും കാലം ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭക്തനാണ് അദ്ദേഹം. ബാബയെ മനസ്സിലാക്കിയിരിക്കുന്നത് അത്രമാത്രമായിരിക്കണം, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ബാബ പറയുന്നുണ്ട്, ഹൻസ്രാജ്, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് എല്ലാത്തിൻ്റെയും ഉടമ എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ അറിയാതെ ഇവിടെ ഒന്നും തന്നെ നടക്കുന്നില്ല. നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് ഞാനിവിടെ ഈ ദ്വാരകാമയിൽ മാത്രമാണ് ഇരിക്കുന്നതെന്നും നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി എന്തൊക്കെ പ്രവർത്തികൾ ചെയ്തിരുന്നാലും അതൊന്നും ഞാൻ അറിയുന്നില്ല എന്നും, നിങ്ങൾ എൻ്റെ ഒരു ഫോട്ടോയോ ഒരു വിഗ്രഹമോ സൂക്ഷിച്ചിരുന്നാലും അതിനൊന്നും ജീവനില്ലെന്നുമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി അതങ്ങനെയല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ കൂടിയിരുന്നവരും എല്ലാവരും വിചാരിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും ബാബ ഇന്ന് ഇങ്ങനെ ഒരു ഉപദേശം നൽകാൻ കാരണം. പക്ഷേ ഹൻസ്രാജിന് ഒരു ഭാവവ്യത്യാസവും ഉണ്ടാകുന്നില്ല. അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞ ഒരു കള്ളങ്ങളും ബാബ മനസ്സിലാക്കുന്നില്ല എന്നും ബാബ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ആരതിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയിട്ട് വൈഫിനോട് പറയുകയാണ്, നാളെ നമ്മൾ മസ്ജിദ് ദ്വാരകാമയിൽ പോകുന്ന സമയത്ത് ബാബ ഇന്നലെ ഞാൻ തൈര് കഴിച്ചിട്ടാണോ വന്നത് എന്ന് കേൾക്കുന്ന സമയത്ത് നീ അത് ഇല്ല എന്ന് വേണം പറയാൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ദ്വാരകാമയിൽ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഹൻസ്രാജ്, ഇന്ന് ഞാൻ ദ്വാരകാമയിൽ പോയിട്ട് വന്നതിന് ശേഷം തൈര് കഴിക്കാം എന്ന് പറഞ്ഞ് ആ തൈരിരിക്കുന്ന മൺപാത്രം അവിടെ തന്നെ വച്ചിട്ട് മൺപാനയിലാണ് അവർ സൂക്ഷിച്ചിരുന്നത്. അവർ രണ്ടുപേരും ദ്വാരകാമയിലോട്ട് പോവുകയാണ്. ദ്വാരകാമയിലോട്ട് പോയിട്ട് ആരതിയെല്ലാം കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്ത് അവർ കാണുന്നത് ആ തൈര് വെച്ചിരുന്ന മൺപാന ഉടഞ്ഞു കിടക്കുന്നതാണ്. അപ്പോൾ ഹൻസ്രാജിന് വല്ലാത്ത ദേഷ്യം തോന്നി, ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ വൈഫിനോട് വളരെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം അദ്ദേഹം അടുത്ത ദിവസവും അതേപോലെ ദ്വാരകാമയിൽ പോയിട്ട് വന്നിട്ട് തൈര് കഴിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ഇതുപോലെ തൈരിൻ്റെ മൺപാന അവിടെ വയ്ക്കുകയാണ്. പോയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് ആ ഒരു തൈരിൻ്റെ ആ ഒരു മൺപാനയെ ഒരു പൂച്ച വന്ന് തട്ടിയിട്ടിട്ട് ഓടുന്നതാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ അദ്ദേഹം വലിയ ദേഷ്യമായി. അദ്ദേഹം പറഞ്ഞു, ഈ പൂച്ചയാണ് ഇതിനെല്ലാം കാരണം. എന്നെ ഇങ്ങനെ 2 ദിവസമായിട്ട് എന്നെ തൈര് കഴിക്കാൻ വിടാതെ അനുവദിക്കാതിരിക്കുന്ന ഈ പൂച്ചയെ ഞാൻ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുകയാണ്, ഇത് ഇങ്ങനെ 2 ദിവസം സ്ഥിരമായി ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ബാബയോട് ഈ ഒരു കള്ളം പറയുകയും ചെയ്തു, അതിനുശേഷമാണ് ഇത് സ്ഥിരമായി സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ബാബ എന്തോ നമ്മളോട് പറയാനും പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. അതെന്താണ് മനസ്സിലാക്കാത്തത് ഇതുവരയ്ക്കും എന്ന് ചോദിക്കുകയാണ്. അതിനുള്ള പക്വത ഇനിയും നമ്മൾക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് വൈഫ് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും വൈഫിനോട് ഇദ്ദേഹം ഒരുപാട് കയറി വഴക്ക് പറയുന്നുണ്ട്. ശേഷം അടുത്ത ദിവസം അദ്ദേഹം ദ്വാരകാമയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്യുന്നത് ഈ ഒരു മൺപാനയെ ഒരു ഹൈറ്റിൽ ഇങ്ങനെ കെട്ടി നിർത്തുകയാണ് അതിനെ. എന്നിട്ട് പറയുകയാണ്, ഇന്ന് ഈ പൂച്ച ഇത് തട്ടിയിടുന്നുണ്ടോ എന്ന് നോക്കണം. അഥവാ ഞാൻ വരുന്ന സമയത്ത് ഈ പൂച്ച ഇതേ പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇന്ന് അതിനെ കൊല്ലും, അത് ഉറപ്പാണ്, ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ദ്വാരകാമയിൽ പോകുന്നുണ്ട്. പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും കാണുന്നത് ഇതേ പൂച്ച അതിനെ തട്ടിയിട്ട് ഉടയ്ക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു കമ്പെടുത്ത് ആ ഒരു പൂച്ചയെ
ശരിക്കും അങ്ങ് അടിക്കുന്നുണ്ട് കേട്ടോ. അടിച്ച് അദ്ദേഹത്തിൻ്റെ ദേഷ്യം തീരുന്നവരേക്കും അടിക്കുകയും ആ പൂച്ച ഇത്രയും അടി കൊണ്ട് വേദന സഹിക്കാൻ പറ്റാതെ അലറി വിളിച്ച് ഒരു കോർണറിൽ പോയി ഇരിക്കുകയുമാണ് ചെയ്യുന്നത്. ശേഷം അദ്ദേഹം ഉടൻ തന്നെ തിരിച്ച് വീണ്ടും ദ്വാരകാമയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബാബ സ്ഥിരമായി ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കല്ലുണ്ട്. അത് ഇന്നും ഷിർഡിയിൽ അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. ബാബ ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ കല്ലിന് സഭാമണ്ഡപം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ബാബ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹൻസ്രാജ് വരുമ്പോൾ ബാബ ചോദിക്കുകയാണ്, ഹൻസ്രാജ് നീ എന്ത് പ്രവൃത്തിയാണ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു, വേറെ ഭക്തന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൻസ്രാജ് പറയുകയാണ്, ബാബ ഞാൻ ഒന്നും ചെയ്തിട്ടല്ല വന്നിരിക്കുന്നത്. ഞാൻ ആരതി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോവുകയും തിരിച്ച് എനിക്ക് വീണ്ടും ഇവിടെ വന്നാൽ കൊള്ളാമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും അങ്ങനെ കുറച്ചു നേരം ഇവിടെ വന്നിരിക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ വന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ വീണ്ടും ബാബ പറയുകയാണ്, ഹൻസ്രാജ് നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് എല്ലാത്തിൻ്റെയും ഉടമ എന്ന് പറയുന്നത് ഈശ്വരനാണ്. എൻ്റെ ഭക്തന്മാർ എവിടെയായിരുന്നാലും അവർ ചെയ്യുന്ന നന്മയായിക്കോട്ടെ അവർ ചെയ്യുന്ന തിന്മയായിക്കോട്ടെ ഞാനത് തിരിച്ചറിയും. തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിനെ ഉറപ്പായും വിലക്കിയിരിക്കും എന്ന് പറയുകയാണ്. അപ്പോഴും അദ്ദേഹത്തിനൊന്നും മനസ്സിലാകുന്നില്ല ബാബ എന്താണ് ഈ പറയുന്നതെന്ന്. അപ്പോൾ ബാബ പറയുകയാണ്, എൻ്റെ ഭക്തന്മാർ അനുഭവിക്കുന്ന ഓരോ കഷ്ടങ്ങളും ഞാൻ സ്വയം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും വട്ടം നീ തൈര് കഴിച്ചില്ല എന്ന് എന്നോട് കള്ളം പറയുന്ന ഓരോ തവണയും ഞാൻ അതിൽ നിന്നും നിന്നെ തട്ടി മാറ്റുന്ന സമയത്ത് നീ എന്നെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇനി എന്നാണ് ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്നും നിൻ്റെ കഷ്ടങ്ങളെ ഞാൻ ഏറ്റെടുക്കുന്നു എന്നുമുള്ള ഒരു വിശ്വാസം നിന്നിലുണ്ടാകുന്നത് എന്ന് പറഞ്ഞ് ബാബ സ്വന്തം കഫ്നി ഉയർത്തി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹൻസ്രാജ് എത്ര അടിയാണോ ആ പൂച്ചയുടെ മേലടിച്ചത് അത്രയും പാടുകൾ ബാബയുടെ ശരീരത്തിൽ ബാബ കാട്ടിക്കൊടുത്തു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഹൻസ്രാജിന് വല്ലാത്ത വിഷമമായി. ഹൻസ്രാജ് പറയുകയാണ്, ബാബ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്. ബാബയെ ഞാൻ ഒരിക്കലും ഇങ്ങനെ വേദനിപ്പിക്കണമെന്ന് എൻ്റെ മനസ്സിൽ പോലും കരുതിയതല്ല ബാബ. എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ എന്നെ തടുക്കുന്ന സമയത്ത് ആ പൂച്ചയോടുള്ള ദേഷ്യത്തെ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. എന്നോട് ക്ഷമിക്കണം ബാബ എന്ന് പറഞ്ഞ് കരഞ്ഞു മാപ്പ് ചോദിക്കുകയാണ് ഹൻസ്രാജ്. അപ്പോഴും ബാബ പറയുന്നത് ഇതാണ്, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടങ്ങളും എപ്പോൾ എന്നിൽ നിങ്ങൾ സമർപ്പിക്കുന്നുവോ ആ സമയം നിങ്ങളുടെ ദുഃഖങ്ങളായിക്കോട്ടെ വേദനകളായിക്കോട്ടെ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കും എന്നാണ് ബാബ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ബാബ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ സദാ ഇരിക്കുകയാണ് പല രൂപങ്ങളിൽ. അതെന്നാണോ നിങ്ങൾ തിരിച്ചറിയുന്നത് അപ്പോഴാണ് ഞാനും നിങ്ങളും തമ്മിൽ പരിപൂർണമായും ഒന്നു ചേർന്ന് പോകുന്നതും ഭക്തി അവിടെയാണ് പരിപൂർണമാകുന്നതെന്നും. അപ്പോൾ നമ്മളും ഇപ്പോൾ ബാബയോട് നമ്മുടെ ഒരു കഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഒരു വേദന നമ്മൾ പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വേണ്ടി ബാബ അത് ഏറ്റെടുക്കും. ബാബയുടെ ചുമലിലേക്ക് നടക്കുമെന്നുള്ളതാണ് കേട്ടോ. അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇതുപോലുള്ള മിറാക്കിൾസ് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ വിശ്വാസം കൂട്ടിക്കൊണ്ട് വരിക. നമ്മൾ ഒറ്റയ്ക്കല്ല. ഒരിക്കൽ നമ്മൾ ബാബയിൽ സറണ്ടർ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മുടെ ഒപ്പം ബാബ ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് നമ്മൾ ഷിർഡിയിൽ തന്നെ പോയി ബാബയെ കാണണം എന്നില്ല. മനസ്സറിഞ്ഞ് ബാബയെ വിളിക്കുന്ന സമയത്ത് അവിടെ ബാബ ഉണ്ടാകും. നമ്മുടെ കഷ്ടങ്ങൾ ബാബ ഏറ്റെടുക്കുമെന്ന് എപ്പോഴും വിശ്വസിക്കട്ടെ ഏത് ദുഃഖത്തിലും. ഒപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓം സായിറാം.